What did you do? ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിൽ അക്വേറിയം സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അന്ന് സീ ലൈഫ് കണ്ടുവന്നപ്പോൾ മോങ്കർക്ക് ഭയങ്കര ആഗ്രഹം വീട്ടിലൊരു അക്വേറിയം വെക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അക്വേറിയം സെറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾ കടയിലൊക്കെ അക്വേറിയം ഒരു സെറ്റ് ഫിഷ് ടാങ്കിൻ്റെ ഒരു സെറ്റിനൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങാം. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഡീല് കിട്ടി. ഒരു ഫിഷ് ടാങ്ക് സെറ്റായിട്ട് തന്നെ കിട്ടി. സ്റ്റാൻഡ്, ഫിഷ് ടാങ്ക്, അതുപോലെ തന്നെ എയറേറ്റർ, വാട്ടർ ഫിൽറ്റർ എല്ലാം കൂടിയിട്ട് ഇതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് കേട്ടോ. $60 വന്നത്. അപ്പോൾ സ്റ്റാൻഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്റ്റാൻഡ്. അതുപോലെ 10 ഗാലൻ ടാങ്കാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ എല്ലാത്തിനും മോങ്കറി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. മോങ്കറിക്കാണെങ്കിൽ ഭയങ്കര ത്രില്ലായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്തിട്ട് വേണം കാണാനായിട്ട്. അപ്പോൾ അതേ ഞങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് ശേഷം ഒന്ന് ആ സ്റ്റാൻഡ് ഒന്ന് ചെറുതായിട്ട് അനങ്ങണു ആ മൂലയ്ക്ക് വെച്ചപ്പോൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്പുറത്തെ സൈഡിൽ ചുമരുമ്പോൾ മുട്ടിച്ച് വെക്കാമെന്ന്. അല്ലെങ്കിൽ മോങ്കറി പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്ന് നമ്മൾ തട്ടി പോയി നിലത്തൊക്കെ വീഴും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കി. പിന്നെ ബാക്കിയുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ 10 ഗാലനാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് 10 ഗാലൻ ടാങ്കിൽ ആകെ 2 മീനെ ഇടാൻ പറ്റുള്ളൂ എന്ന്. ഞങ്ങൾ ഗോൾഡ് ഫിഷാണ് ഇടാൻ പ്ലാൻ ഇട്ടത്. എയറേറ്ററൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തൊന്ന് ചെക്ക് ചെയ്തു വർക്ക് ചെയ്യുന്നുണ്ടോയെന്നൊക്കെ ഓരോന്ന്. അപ്പോൾ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളം ഒഴിച്ച കാരണം ഇവിടുത്തെ വെള്ളത്തിന് ക്ലോറിൻ്റെ ചൊവയുണ്ട്. അപ്പോൾ ചൊവ കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 ദിവസം വെള്ളം നിറച്ച് ടാങ്കിൽ തന്നെ വെച്ചു. അതിനുശേഷം വെള്ളം ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഈ മീനൊക്കെ വാങ്ങുന്ന സ്ഥലത്ത് ഞങ്ങൾ ആ വെള്ളം ചെക്ക് ചെയ്തു. ക്ലോറിൻ ചൊവയൊക്കെ മാറിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്ലോറിൻ ചൊവ മാറാനായിട്ട് ഇങ്ങനെ തുള്ളി മരുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളത് ഉപയോഗിച്ചില്ല. എയറേറ്ററൊക്കെ വെച്ചു. എയറേറ്ററൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വാട്ടർ ഫിൽറ്റർ വെച്ച് നോക്കണം. അങ്ങനെ വാട്ടർ ഫിൽറ്ററൊക്കെ വെച്ചു. മൂടിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ കത്തും നീലും വെള്ള കളറിൽ. അപ്പോൾ ഇനി ഞങ്ങൾ വാട്ടർ ഫിൽറ്റർ വെക്കാൻ പോവാണ്. അപ്പോൾ വാട്ടർ ഫിൽറ്റർ വെച്ചു. ആദ്യം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷെ അറിയാണ്ടായിരുന്നു. പിന്നെ അത് വെള്ളം ഉള്ളിലേക്ക് വലിച്ചെടുത്തപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. ഞങ്ങൾ വിചാരിച്ചു നാശമായതാണ്. പക്ഷേ അത് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തു. ശേഷം ഉള്ളിൽ നിന്ന് വെള്ളം വലിച്ചെടുത്തപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. അതിന് ശേഷം ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വെള്ളം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് കല്ലൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കല്ല് വാങ്ങാനായിട്ട് നേരെ പെറ്റ് സ്മാർട്ടിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ വാങ്ങാറ്. മീനും അതുപോലെ തന്നെ ഫിഷിന് വേണ്ട ടാങ്കിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും, അവർക്ക് ഫുഡും അതുപോലെ തന്നെ വാട്ടർ, ക്ലോറിൻ ചൊവയൊക്കെ മാറാനുള്ള മരുന്നും എല്ലാം അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ നേരെ ഞങ്ങൾ അവിടെ പോയിട്ട് ആദ്യം ഞങ്ങൾ 2 മീനെ വാങ്ങിച്ചു കൊണ്ടുവന്നു. 2 മീനെ വാങ്ങിച്ച് ഞങ്ങളൊന്ന് ട്രയൽ പോലെ ഇട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന്. 3 ദിവസം ഞങ്ങൾ വെള്ളത്തിലിട്ട് നോക്കി മീനെ വല്ലതും പറ്റുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഹെൽത്തി ആയിരുന്നു മീൻ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഹീറ്റർ, വെള്ളത്തിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. പുറത്തല്ല വയ്ക്കുക, അകത്താണ് വയ്ക്കുക. പക്ഷെ ഞങ്ങൾ ഗോൾഡ് ഫിഷാണ് വാങ്ങിയത്. അപ്പോൾ ഞങ്ങളിതേ നാളെ ഞങ്ങൾ വാങ്ങാൻ പോവാണ് കുറച്ചും കൂടി മീൻ കൂടുതൽ. അതേ നമ്മുടെ ടാങ്കിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നീലും വെള്ളയാണ് കേട്ടോ ലൈറ്റ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ടാങ്ക് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ നാൾ മുമ്പ് ഒരു ചെറിയൊരു ടാങ്ക് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ബീറ്റ ഫിഷിനെയായിരുന്നു വളർത്തിയിട്ടുണ്ടായിരുന്നത്. 2 തവണ ബീറ്റ ഫിഷിനെ ഇട്ടിട്ട് 2 തവണയും മരിച്ചുപോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ മീനൊന്നും വളർത്തിയില്ല. അപ്പോൾ പിന്നെ മോങ്കറി വീണ്ടും നിർബന്ധിച്ചു അവന് മീൻ വേണമെന്ന്. ഞങ്ങളപ്പോൾ റോബോ ഫിഷിനെ വാങ്ങിക്കൊടുത്തു. അവനൊരു 5-6 റോബോ ഫിഷ് ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ റോബോ ഫിഷ്. പിന്നാൾ അക്വേറിയം കണ്ടുവന്നപ്പോൾ അവന് റിയൽ ഫിഷിനെ വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ അക്വേറിയം സെറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ പെറ്റ് സ്മാർട്ടിലേക്ക് പോണ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഞങ്ങൾ പെറ്റ് സ്മാർട്ടിലെത്തി. അപ്പോൾ ഇവിടെ ആണ് ഞങ്ങൾ ഫിഷിന് വേണ്ട എല്ലാ ഐറ്റംസും വാങ്ങുന്നത്, ഫിഷ് അടക്കം. അപ്പോൾ ഇവിടെ ഫിഷ് മാത്രമല്ല കേട്ടോ, ഡോഗും ക്യാറ്റും പാമ്പടക്കം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ പാമ്പിനൊക്കെ.
ഫിഷ് ടാങ്കിക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങണം. മെയിനായിട്ട് കല്ല് വാങ്ങണമെന്നുണ്ട് അടിയിലിടാനായിട്ട്. പിന്നെ ചെറിയ പ്ലാന്റ് വാങ്ങണമെന്നുണ്ട്, കുഞ്ഞിത്. അപ്പോൾ ഞാൻ നോക്കാണ് എൻ്റെ ടാങ്കിലേക്ക് പറ്റിയൊരു കുഞ്ഞൊരു പ്ലാന്റ് ഉണ്ടോയെന്ന്. ഇതാ എനിക്കിത് ഇഷ്ടമായിട്ടാണ്, ഇത് മിക്കതും ഞാൻ വാങ്ങും. ഇവിടെ ഒരുപാട് വലിയ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മീനെ കാണില്ല. കാരണം അവർ ഇപ്പൊക്കെ കുഞ്ഞിതായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ഓരോ ആഴ്ച കൂടും തോറും അവർ പെട്ടെന്ന് വലിപ്പം വെക്കും ഗോൾഡ് ഫിഷൊക്കെ. അപ്പോൾ കുഞ്ഞൊരു പ്ലാന്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മിക്കതും ഞാൻ കാണിച്ചു തന്നില്ല, അതായിരിക്കും എന്തായാലും എടുക്കുക. ഈ ഐറ്റംസൊക്കെ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളതാണ്. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു എയറേറ്റർ ഉള്ള കാരണം ഞങ്ങൾ പിന്നെ ഇങ്ങനത്തെ ഒന്നും വാങ്ങുന്നില്ല. ഇനി ഞാൻ കല്ലാണ് നോക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ടാങ്കുകളൊക്കെ കാണിച്ചു തരാം. ഒരുപാട് ടാങ്കുകളുണ്ട് കേട്ടോ. പക്ഷേ ഒരു ടാങ്കിന് തന്നെ ഒരു നല്ല പൈസ ഉണ്ട്. പിന്നെ നമ്മൾ വേറെ ഐറ്റംസ് സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. അപ്പം മാർക്കറ്റ് പ്ലേസിലായ കാരണം നല്ല ഡീലിന് എല്ലാം കൂടി കിട്ടി. അപ്പം അതേ ഇവിടെ കുറേ കല്ലുകൾ ഇരിക്കുന്നുണ്ട്. അപ്പം അതേ ഈ കറുത്ത കല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാനതെടുത്തു. ഫിഷ് ടാങ്കിലിടാനായിട്ട് കല്ല് റെഡിയായി. ഇനി നമുക്ക് നേരെ മീനെ വാങ്ങാൻ പോവാം. ഇതാ ഒരുപാട് ഗോൾഡ് ഫിഷ് ഉണ്ട് കേട്ടോ. പല വലിപ്പമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ വലിപ്പമുള്ള ഗോൾഡ് ഫിഷിന് 16 സെൻറ്റുള്ളൂ. പിന്നെ അതിനേക്കാളും കുറച്ച് വലിപ്പം കൂടുതലുള്ളതിന് 31 സെൻറ്റ്. പിന്നെ അങ്ങനെ വലുത് ഇങ്ങനെ. അപ്പോൾ റേറ്റ് ഇത്തിരിയും കൂടി കൂടുതൽ വരും. പിന്നെ ഗോൾഡ് ഫിഷിൻ്റെ ചിറകിന് വ്യത്യാസം വരുന്ന പല ടൈപ്പുകളുണ്ട്, അതിനും റേറ്റ് കൂടുതലായിരിക്കും. ഞങ്ങൾ ചെറിയ കുഞ്ഞ് ഗോൾഡ് ഫിഷാണ് വാങ്ങിയത് 16 സെൻറ്റിൻ്റെ. ഞങ്ങളൊരു 4 എണ്ണം വാങ്ങി. പിന്നെ അതേ കുഞ്ഞു മീൻ കണ്ട ഇങ്ങനത്തെയും, അതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതാ ഈ ടൈപ്പ് മീനും കൂടി വാങ്ങി. അതൊരു 6 എണ്ണം വാങ്ങി. ഈ 2 മീനാണ് നമ്മുടെ തണവിന് കുഴപ്പമില്ലാത്ത മീൻ, ഹീറ്ററിൻ്റെ ആവശ്യമില്ല. അപ്പം ഞങ്ങൾ ഈ 2 മീനാണ് ആദ്യം ഒന്ന് ട്രയൽ പോലെ കുറച്ച് നാൾ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മീനെ വാങ്ങിയത്. പക്ഷേ ഒരുപാട് വെറൈറ്റി മീനുണ്ട് കേട്ടോ. പക്ഷേ ഗോൾഡ് ഫിഷിനെ ഇടുമ്പോൾ പ്രശ്നം വെള്ളം പെട്ടെന്ന് നാശമാവും. അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ചെറിയ മീനുകൾ വാങ്ങിച്ചത്. അതിനുശേഷം ഇവിടുത്തെ ഏതെങ്കിലും ഒരു നല്ല വെറൈറ്റി മീൻ ഞങ്ങൾ വാങ്ങിയിടും. അപ്പോൾ ഇങ്ങനെ നടന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഗൗരാമീനെ വാങ്ങണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെ ഞങ്ങൾ 2 ഗൗരാമീനെയും കൂടി വാങ്ങിയിട്ടാണ്. ചെല്ലടി മോങ്കിട്ട് ദേഷ്യം വന്നിട്ട് നിക്കണം നോക്ക്. Hi, Mongri. Mommy Ida. Okay. Mommy.
mommy. The monkey. Mommy. ഇവനോട് കാണിക്കേ പൂപ്പ് പൂപ്പ് ഈ പൂച്ചകളെല്ലാം വിൽക്കാൻ വെക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. അപ്പോൾ ദേ ഒരു കുഞ്ഞ് കറുത്ത പൂച്ചയും കൂടിയും ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് അങ്ങനെ മൈൻഡൊന്നുമില്ല, അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഒന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു ഇങ്ങോട്ട് നോക്കി ആൾ പോയി. പിന്നെ അതേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ദേ പൂച്ചകളെ ഇങ്ങനെ കളിപ്പിക്കണണ്ട, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. മോങ്കറിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടപ്പോൾ. ഇത് പൂച്ചയ്ക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ്, പിന്നെ തീറ്റ സാധനങ്ങളാണ് ഇവിടെ മുഴുവൻ. പൂച്ചയ്ക്കും കോഴിക്കും പട്ടിക്കും എല്ലാത്തിനും, പിന്നെ കിടക്കാനും പിന്നെ പൂച്ചയ്ക്ക് പോകാനുള്ള ബാത്റൂം എല്ലാം ഇവിടെ തന്നെയുണ്ട് കേട്ടോ. കിടക്ക, പിന്നെ ദേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ, പൂച്ചയ്ക്കായാലും പട്ടിക്കായാലും കുഞ്ഞു കുഞ്ഞു ഷൂസ് കണ്ട, വിൻ്ററിന് പറ്റിയ നല്ല ഷൂസാട്ടാ. നോക്കിയേ ഡ്രസ്സൊക്കെ, ഇത് വിൻ്ററിന് പറ്റിയ അവർക്കുള്ള കോട്ടുകൾ. അപ്പോൾ ഇവർക്ക് വിൻ്ററിന് ഇടാൻ പറ്റിയ നല്ല നല്ല കോട്ടുകളും അതിന് മാച്ചായ ഷൂസും ക്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമുണ്ട് കേട്ടോ എല്ലാം കാണാനായിട്ട്. അതേ അവർക്കിടാനുള്ള കുഞ്ഞി പഞ്ഞി പോലത്തെ ഡ്രസ്സുകൾ, ഇതൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവരെ കാണാനായിട്ട്. ഇതെല്ലാം പൂച്ചകളെ ഭക്ഷണങ്ങളാണ് കേട്ടോ. മിക്കതും ഹെൽത്തി ഫുഡുകളാണ് കേട്ടോ ഇവർക്ക് കൊടുക്കുന്നത്. അതിൻ്റെ മേലുള്ള രോഗങ്ങൾക്ക് ഹെയർ കെയറിനും ഉള്ള എല്ലാ ഫുഡ് ഐറ്റംസും അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിന്ന് നിങ്ങൾക്ക് അവിടുത്തെ കിളികളൊക്കെ കാണിച്ചു തരാം. തത്തയും പിന്നെ കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ ഉണ്ട്. ലവ് ബേർഡ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ അടിയിലിരിക്കുന്നത്. ഇതാ നമ്മുടെ തത്തക്കുട്ടൻ, നല്ല കൂട്, അങ്ങനെ രസിച്ചിരിക്കുകയാണ് എല്ലാവരും. ഇതാ നമ്മുടെ എലിക്കുട്ടന്മാർ, കുഞ്ഞു കുഞ്ഞു എലിക്കുട്ടന്മാർ. ഇതെല്ലാം ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോണ്ടാ. ഇതാ അവരെ കൂട് കണ്ട, എലിക്കുഞ്ഞിൻ്റെ കൂട്. ഇവിടെ ഇത്തിരി കൂടിയും വലിപ്പമുള്ള എലിക്കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അതേ അവർ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു അവിടെ ഇരുന്നിട്ട്. ഞങ്ങളുടെ വീട്ടിലൊരു തവണ ഒരു കുഞ്ഞൊരു എലി വന്നിട്ടുണ്ട്. അപ്പോൾ മോങ്കറി കണ്ടില്ല, ഞാൻ മാത്രം കണ്ടുള്ളൂ. അവൻ സ്കൂളിൽ പോയേക്കായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതേ അവൻ നേരിട്ട് കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ, ഇപ്പുറത്തുണ്ടൊരു കുഞ്ഞൊരു തത്ത. ഇതെല്ലാം ഇവിടുത്തെ പട്ടിക്കും പൂച്ചയ്ക്കും കിളികൾക്കൊക്കെ കളിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു ടോയ്കളൊക്കെയാണ് കേട്ടോ. പിന്നെ പാമ്പിനും ഓന്തിനും പല്ലീനൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊരു കുഞ്ഞി പാമ്പ്, ഈ കല്ലിൻ്റെ അടിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. വളരെ ചെറിയ പാമ്പാണ് കേട്ടോ. പക്ഷെ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകും. നമുക്ക് അത്ഭുത വീട്ടിലൊക്കെ ഇങ്ങനെ പാമ്പിനൊക്കെ വളർത്തുന്നത് കാണുമ്പോൾ. ഇതേ പല്ലി, ഇതിനെല്ലാം ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോകും കേട്ടോ. ഈ
ഇതെല്ലാം പാമ്പിനും ഓന്തിനും പല്ലിക്കൊക്കെ കെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കൂടുകൾ ഇവരുണ്ടാക്കി വെച്ചേക്കുക ചില്ലിൻ്റെ. ഇതാണ് കേട്ടോ അപ്പോൾ ഡോഗുകൾക്ക് ട്രെയിനിങ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആരും ഇല്ല, പുറത്താണ് കേട്ടോ ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. എന്താ ഇവിടെ പട്ടികൾക്ക് ഇവിടെ ഇരുന്ന് ട്രെയിനിങ് ചെയ്യാണ് കേട്ടോ. ഇവിടെ പെറ്റ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ. ഇവിടെ ഒന്നും ആരും കാണാനില്ല, കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ രാത്രി 8 മണിയായി. അതാണ് കേട്ടോ ആരും കാണാത്തത്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തായിട്ട് സെൽഫ് ഡോഗ് വാഷൊക്കെ ഉണ്ട്. ഇതെല്ലാം അവർക്കുള്ള ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഇനി ഞാൻ ബീറ്റ ഫിഷിനെ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം ഫുഡുകളാണ്, മീനുള്ളത്. ഇതാ ഇവിടെയാണ് ബീറ്റ ഫിഷ്. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇതൊരു ചെറിയൊരു ഗ്ലാസ്സിലൊക്കെ ഇട്ടാലും അതിന് അത്രയും സ്പേസ് മതി വളരാനായിട്ട്. അതവിടെ കിടന്ന് സുഖമായിട്ട് വളർന്നോളും. ഇതെല്ലാം പൂച്ചയ്ക്കും പട്ടിക്കൊക്കെ എടുക്കാനുള്ള കിടക്കകളും കുഞ്ഞു കുഞ്ഞു കൂടുകളൊക്കെയാണ്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല പഞ്ഞി പോലത്തെ വലിയ വലിയ കിടക്കകളൊക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരെ ഒരു കുഞ്ഞൊരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ. ഇവിടെ തന്നെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ കിടക്കണണ്ടില്ലേ കുഞ്ഞി പാറ്റകളാ, അങ്ങനെ എന്തോ കുഞ്ഞൊരു പ്രാണികളാണ്. അപ്പോൾ ഇവൻ എപ്പോഴും പറയും ഫ്രോഗിനെ വേണമെന്ന്, തവളേനെ. അപ്പോൾ ഇവൻ തന്നെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷെ വീഡിയോയിൽ കാണാൻ പറ്റിയില്ല. കുഞ്ഞൊരു തവളയാണ് കേട്ടോ, ഒരു കുഞ്ഞി തവള. പക്ഷെ അവൻ ഭയങ്കരമായിട്ട് ഏട്ടനോട് നിർബന്ധിക്കുകയാണ്, വായ. ഞങ്ങൾ മീനെ വാങ്ങാൻ പോവാണ്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും വീട്ടിലെ ടാങ്ക് എത്ര ഗാലനൊക്കെയാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു തരും എത്ര മീനെ മാക്സിമം ഇടാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഞങ്ങളുടെ ഒരു 10 ഗാലൻ ആയതുകൊണ്ട് അവർ പറഞ്ഞു 2 ഗോൾഡ് ഫിഷ് ഇടാൻ പറ്റുള്ളൂ എന്ന്. കാരണം അവർ പെട്ടെന്ന് വലിപ്പം വയ്ക്കും. പക്ഷേ ഞങ്ങൾ മോങ്കറി ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ചു 4 എണ്ണം വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ 4 എണ്ണം വാങ്ങി. Eat fish. Fish happy noon. Like that? Yeah. Okay. That's good. Yeah. Thank you. Yeah. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അവന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ല് നന്നായി ഒന്ന് വൃത്തിയായി കഴുകാനായിട്ട്. അപ്പോൾ അത് നന്നായി വൃത്തിയായി കഴുകി കല്ലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കല്ലിട്ടപ്പോൾ ഒന്നുകൂടിയും ടാങ്ക് നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട്. അപ്പോൾ കല്ലൊക്കെ ഇട്ടിട്ട് എന്താ അടിപൊളിയായി കാണാനായിട്ട്. അതിന് ശേഷം എയറേറ്റർ വെച്ചു, പിന്നെ മറ്റേ പ്ലാന്റൊക്കെ വെച്ചു സെറ്റാക്കി. ഇനി ഞങ്ങൾ മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഗൗരാമീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 2 ഗൗരാമീൻ വാങ്ങി. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പാലൊക്കെ ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി, അങ്ങനെ വാങ്ങിയതാണ്.
ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് മാത്രം ഇട്ടപ്പോൾ അടിപൊളിയായിരുന്നു.